സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തിൽ കൂടുതലിട്ട് അവരുടെ പദവി കൂടി കളഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ കൂടി കളഞ്ഞ് അവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ ബി ജെ പിക്കുള്ളൂ. ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ പോലും, നടക്കാൻ സാധ്യതയില്ല, നടന്നില്ലെങ്കിൽ പോലും വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ വിഷയം കഴിഞ്ഞ 20 ദിവസം ഇന്ത്യ ചർച്ച ചെയ്ത, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഓരോ ജില്ലയും ചർച്ച ചെയ്ത, ഓരോ മാധ്യമവും ചർച്ച ചെയ്യാൻ നിർബന്ധമായ വിഷയം മറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം എന്തായാലും നടക്കും. കാരണം ഇന്നും വോട്ട് ചോരി നമ്മൾ ചർച്ച ചെയ്തില്ല. പക്ഷേ നാളെ ഇന്ത്യ തിരിച്ചു വരും, ചർച്ച ചെയ്യും, നമ്മൾ ഈ വിഷയത്തിൽ മറുപടി ചോദിക്കുക തന്നെ ചെയ്യും. ബീഹാറിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ തെരുവിലൂടെ വാഹനത്തിൽ വെയിലും മഴയുമേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ മനുഷ്യനെ തളർത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാരായിക്കൊള്ളണമെന്നൊന്നുമില്ല ഇതിൽ പിന്തുണ കൊടുക്കാൻ. പക്ഷേ ഈ വിഷയത്തിൽ അയാളുടെ കൂടെ ഒരു വലിയ ജനസഞ്ചയം അണിനിരക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ നാടകം കൊണ്ട് നാളെ വീണ്ടും ഇതിൻ്റെ പുറകെ പോകുമെന്നും രാഹുൽ ഗാന്ധിയെയും വോട്ട് ചോരിയെയും മറന്നുപോകും എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അമിത്ഷാ, മോദി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇന്നത്തെ സദാചാര പ്രസംഗം ജനം ചിരിച്ചു തള്ളുകയുള്ളൂ. അത് നടന്നു കഴിഞ്ഞു.